ഈ ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചുമോന് പാറമോൾക്ക് മുടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ പെടപെടാന്നൊന്നും കഴിക്കാതെയാണ് പോകാറ് കേട്ടോ. ഇന്ന് അച്ചുമോന് ലീവായതുകൊണ്ട് തന്നെ അവർ രാവിലെ ബ്രെഡിൽ ജാമൊക്കെ പരട്ടി തന്നു. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ റോസ്റ്റായി നല്ല ടേസ്റ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇടാനായിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, രാവിലെ 7:15 പോകുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം കഴിപ്പൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ അച്ചുമോൻ എടുക്കുന്നത്. ഇവിടെ ബീഫും അതിൻ്റെ നെഞ്ചടിയും മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ അത് വേവിച്ചതേ വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് അച്ചുമോൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ വീഡിയോ പകർത്തി വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ദേ ഇവിടെ നെഞ്ചടിയൊക്കെ വെച്ച് പിന്നെ ശ്രീചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീചേട്ടൻ ദേ ചോറ് കഴിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കടയിലേക്ക് കൊണ്ടുപോകാണ് പതിവ് കേട്ടോ. അങ്ങനെ ഞാൻ വരാറാകുമ്പോഴേക്കും പിന്നെ അച്ചുമോനുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും കേട്ടോ. അങ്ങനെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കുന്തായി അരിഞ്ഞെടുത്ത് അതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് പാറുമോൾ ഇവിടെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല തണുത്ത പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ അതൊക്കെ അച്ചുമോൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോട്ടെ. അമ്മയ്ക്കും ശ്രീചേട്ടനും പാറുവിനൊക്കെ കൊടുത്തിട്ട് ബാക്കി എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുമോൻ. അങ്ങനെ ദേ പാറുമോൾക്ക് പിന്നെ അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഇഷ്ടം. അതായത് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളില്ലാതെ ആ ജ്യൂസ് മാത്രം ഇഷ്ടം. അങ്ങനെ അതും ഉണ്ടാക്കി കൊടുത്തേ. അച്ചുമോൻ പാവം പാല് തിളപ്പിക്കാൻ വെച്ചപ്പോൾ അത് തിളച്ചു പോയിട്ടോ. അതാണ് അച്ചുമോൻ ദേ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അവൻ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീചേട്ടനും കഴിച്ചു. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഗൈസ് ഞാൻ നോക്കിയപ്പോൾ അമ്മ ഇവിടെ ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ബീഫും നെഞ്ചരിയും വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ പാറുമോളെ ഡാൻസിന് കൊണ്ടാക്കണം. അതുകൊണ്ട് വേഗം അവളെ യാത്രയാക്കിയിട്ട് ശ്രീചേട്ടൻ്റെ കൂടെ വിടാമെന്ന് വിചാരിച്ചു. കാരണം ശ്രീചേട്ടൻ കടയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ദേ ശ്രീചേട്ടൻ്റെ കൂടെ പൊക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് പിന്നെ ഭയങ്കര സന്തോഷം. ബുള്ളറ്റിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അത് ചേട്ടൻ്റെ ബുള്ളറ്റാണ് കേട്ടോ. അങ്ങനെ ദേ അവർ രണ്ടുപേരും പോയിട്ടോ. ഇനി ദേ എനിക്ക് പോയിട്ട് ബാക്കി ഭക്ഷണം കഴിക്കണം. കാരണം ഞാൻ ചക്ക മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ദേ അച്ചുമോനും അമ്മയും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ബീഫും നെഞ്ചരിയും വെച്ചിട്ടുണ്ടല്ലോ, അതിലെ എല്ലും കപ്പയോ അങ്ങനെ എന്താ പറയുക, പക്ഷെ നമ്മൾ കപ്പ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് നല്ല എരിവായിട്ട് അമ്മ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ കുറച്ച് അങ്ങോട്ട് എടുത്ത് കഴിച്ചേ. പിന്നെ സന്ധ്യ ആകുമ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് ദേ അച്ചുമോൻ ഇവിടെ ഇത് എന്തോ ലൈറ്റൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അമ്മ പിന്നെ വിളക്ക് വെച്ച് ഞാനിവിടെ ഭക്തികാരമൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചുമോനല്ല കേട്ടോ, പാറുമോളും ഇത് നമ്മുടെ പീത്തുമോൻ തൊട്ടടുത്തുള്ള നമ്മുടെ കുട്ടിയാണേ. അങ്ങനെ പീത്തും പാറും അമ്മയും കൂടി ഇവിടെ പാമ്പും കോണിയും കളിക്കുകയാണ്. ഇവർ പിന്നെ ഇതുമ്പോൾ കളിച്ച് കുറേ നേരം ഇരുന്നോളും. അങ്ങനെ ഞാൻ മേല് കഴുകിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, ഭയങ്കര ചൂട്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം മേല് കഴുകാൻ.